പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38 വരെയുള്ള വാക്യം നമ്മൾ പഠിച്ചു. അത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് മറിയത്തെ ദൂതൻ ഗ്രഹിക്കാൻ സഹായിക്കുകയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ വിശദമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവൻ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ ജനിക്കുന്ന ശിശു പരിശുദ്ധനാണ്, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് പരിശുദ്ധനാണ്. അപ്പോൾ അത് ലൂക്ക ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊന്നും പറയാതെ തന്നെ നേരിട്ട് ഡയറക്റ്റ് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവം തന്നെ ആണ് യേശു, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ പലരും യേശുവിനെക്കുറിച്ച് പറയാൻ ദൈവം അല്ലായിരുന്നു എന്ന് പറയുന്നതാണ്. സാധാരണ ഈ ബൈബിള് വായിക്കാൻ അറിയാൻ വയ്യാത്തവർ ചില മുസ്ലിം സഹോദരങ്ങളുണ്ട് യേശു ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാല്ലോ, വായിക്കാൻ അറിഞ്ഞുകൂടാ, വായിച്ചിട്ടില്ല. എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. യേശു ദൈവമാണെന്ന് ബൈബിളിൽ തന്നെ ലൂക്കായുടെ ഇപ്പോൾ ആരംഭത്തിൽ സുവിശേഷ ആരംഭത്തിൽ തന്നെ പറയുന്നു. എല്ലായിടത്തും പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവർക്കൊന്നും അറിയാൻ വയ്യ. ഇപ്പം മുസ്ലിം സഹോദരങ്ങൾ പലരും എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ശതമാനം, ഞാൻ മുൻപ് അതിനുവേണ്ടി പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം വളരെ ഒരു 100 പേരെ എടുത്താൽ ഒരു 3 പേരെങ്ങാനും കാണും അത്ര ഒരു തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ അതിൻ്റെ ഒരു തീവ്രതയുള്ളവർ. അല്ലാത്തവരിലും കൊണ്ട് കുറച്ച് പേരിൽ ഒരു 40% ആ തീവ്ര നിലപാടുള്ളവർ, മറ്റുള്ളവരെ ക്രിസ്ത്യൻ സമുദായത്തെ വിശ്വാസത്തേക്ക് അധിക്ഷേപിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനത് പറയുമ്പോഴും ഇവിടെ പറഞ്ഞു പോകുന്നു. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പായ മുഖാന്തരം ആണ് യൂറോപ്പിൽ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെന്ന് പറയപ്പെടുന്ന, എല്ലാവരും ക്രിസ്ത്യാനികളൊന്നും ആണെന്നില്ല, പറയപ്പെടുന്ന രാഷ്ട്രങ്ങളിലൊക്കെ മുസ്ലിം അഭയാർത്ഥികളെ അവിടുന്ന് അങ്ങോട്ട് കയറ്റി അയക്കുക, യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ കയറ്റി അയക്കാൻ മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരമാണ്. കാരണം അദ്ദേഹം പറയുന്നത്, മാർപ്പാപ്പ പറഞ്ഞ എല്ലാം ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സഹോദരൻ. അതനുസരിച്ച് നോക്കുമ്പോൾ ഒരു അപ്പൻ മക്കൾ പലരുണ്ട് മക്കൾ. അപ്പോൾ ആ പിതൃപുത്ര ബന്ധം, അപ്പോൾ സഹോദരി ബന്ധം നമ്മൾ തമ്മിൽ, സർവ്വ മനുഷ്യരും തമ്മിൽ ആ സഹോദര സ്നേഹം, ആ ബന്ധം നമ്മൾ ഓർമ്മിച്ച് അവർക്ക് അഭയം കൊടുക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവർ രാജ്യങ്ങൾ അഭയം കൊടുത്തു, ജോലി കൊടുത്തു, പാർപ്പിടം കൊടുത്തു, അവർക്ക് വേണ്ടിയത് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതെല്ലാം കൊടുത്തു. അവിടുത്തെ സ്വന്തം മക്കളെ പോലെ, അതായത് സ്വന്തം പൗരന്മാരെ പോലെയോ അതിലധികമോ അവരെ കരുതി. ഇപ്പം ഫ്രാൻസിസ് പാപ്പായെ വരെ ചീത്ത വിളിക്കുന്നവരാണ് അവർ കൂടുതലും. നമ്മുടെ ഇന്ത്യയിലിരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് വിളിക്കുന്നു, അവിടങ്ങളിലും വിളിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞില്ല, അത് കുറച്ചൊരു 3%, ചിലപ്പോൾ 4, ചില സ്ഥലത്ത് 4-5% കാണും. അതിൽ കൂടുതലൊന്നും കാണും. ബാക്കിയെല്ലാം നല്ല മനുഷ്യരാണ്, അവർ ദൈവസ്നേഹമുള്ളവരാണ്. വിശ്വസിച്ചത് അവർ ദൈവമെന്ന് വിശ്വസിക്കുന്ന തെറ്റ് പറ്റിപ്പോയി, അവർക്ക് ആ തെറ്റിൽ നിൽക്കുന്നു. അവരുടെ പ്രത്യേകമായ മദ്രസ പഠനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ തെറ്റുപറ്റി പോകുന്നതാണ്. അത് നമുക്ക് ക്ഷമിക്കാം. അവർക്ക് വേണ്ടി അവരുടെയൊക്കെ തിരിച്ചു വരവിന് വേണ്ടി ദൈവത്തെ പ്രത്യേകമായിട്ട് അവർ അന്വേഷിച്ച് അറിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അല്ലെ അവരെ ദുഷിക്കാനും വിളിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരൊക്കെ സത്യം അറിഞ്ഞ് സത്യത്തിലേക്ക് വരണം അവരെല്ലാവരും. ഞാനെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഏതാണ്ടൊരു അറിവ് മനസ്സിലായിടം മുതൽ. അതേസമയം മറ്റുള്ളവരെ ഞാൻ ഈ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്തുകാരെന്നൊക്കെ പറയപ്പെടുന്നവർ, അവരെ ഒക്കെ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അന്നത്തെ ഫരിസേയർ, യേശുവിൻ്റെ കാലത്തെ സദുക്കായർ, പിന്നെ ജ്ഞാനികളെന്ന് അവരെന്തുവാ നിയമജ്ഞർ, ഇവരെയൊക്കെ പോലുള്ള കപട ജീവിതം ഇവർ നയിക്കുന്നു. കാപട്യം പറയും. സത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പുസ്തകം അവരുടെ കയ്യിൽ നിന്നിട്ട് അതിനകത്തെ സത്യം അവർ വായിക്കത്തില്ല, ഗ്രഹിക്കത്തില്ല, വെളിയിൽ പറയത്തില്ല, ആരെയും പഠിപ്പിക്കത്തതുമില്ല. അത് ഒരു തരം കാപട്യം, അഭിനയം, മുഴുബോധത്തോടു കൂടി
അഭിനയം. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അവരുടെ അണികൾ, അവരിൽ ചേർന്ന് നിൽക്കുന്നവരെങ്കിലും മനസ്സിലാക്കി സത്യത്തിലേക്ക് തിരിച്ചു വരണം, തെറ്റുകൾ പറ്റി. അതിനുവേണ്ടിയാണ് ഞാൻ കൂടെ അവരുടെ കാര്യം പറയുന്നത്. നമുക്ക് ഒരുത്തരെയും അവഹേളിക്കാനും നിന്ദിക്കാനും നമുക്ക് അവകാശമില്ല, അധികാരമില്ല. കാരണം അവർക്കുമുണ്ട് മാലാഖമാർ സ്വർഗത്തിൽ. അവരുടെ മാലാഖമാർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അവർ തിരിച്ചു വരണമെന്ന് ഉള്ളത്. അവരെ എല്ലാവരെയും കൂടാണ് നമ്മൾ കർത്താവിൻ്റെ തിരുരക്തം വിലയ്ക്ക് വാങ്ങി പുത്രത്വം കൊടുത്ത് സ്വീകരിച്ചത്. അപ്പം നമ്മൾ അവരെ നിന്ദിക്കാനോ വനിക്കാനോ നമുക്ക് പറ്റത്തില്ല. നമ്മൾക്കതിനുള്ള അവകാശ അധികാരങ്ങളൊന്നുമില്ല. അത് തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ, ഇത് പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറയണം. അവരുടെ ആ കപടത, ആ കർത്താവ് അതുകൊണ്ടാണ് അവരെയൊക്കെ നാശം, നിങ്ങൾക്ക് ദുരിതം എന്നൊക്കെ പറയേണ്ടി വന്നു. ആ കപടത, ദുരിതം, അത് അവർ ആ കാപട്യം എന്തൊരു കഷ്ടമാണെന്നാണ് ഞാൻ ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിക്കും. ലൂഥറൊക്കെ അവസാന കാലത്ത് ഒക്കെ ചിന്തിച്ചു അതിനെ ദുഃഖിതനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം തെറ്റുപറ്റിപ്പോയി. മാതാവിനെ തള്ളിപ്പറഞ്ഞതിനെ പറ്റി തെറ്റുപറ്റിപ്പോയി. പഠിക്കേണ്ടതായിരുന്നു മറിയത്തെ പറ്റി. എങ്കിലേ നമുക്ക് സഭയുടെ വളർച്ചയെപ്പറ്റിയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ചരിത്രത്തെ പറ്റിയും പഠിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടല്ല. അത് ഇങ്ങനെ ശാലോമിലും മറ്റും പത്രത്തിലുമൊക്കെ സന്ദേശം ഒക്കെ വന്നിരുന്നു. അത് അവർ ഉടനെ അത് ഇനിയും മറ്റുള്ളവർ അത് ചുമ്മാതെ പറയുന്നത് ശാലോ അങ്ങനെ എഴുതിയെന്ന്, അങ്ങനെയൊന്നുമല്ല. അത് വസ്തുനിഷ്ഠമായിട്ട് എഴുതിയാണ് തെളിവുകളോടുകൂടി. അപ്പോൾ അതുകൊണ്ടാണ് അവരെ പറ്റി ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ ചിലരുണ്ടങ്ങനെ. ഇപ്പം നമ്മുടെ പുരോഹിതന്മാരെയൊക്കെ എന്തുമാത്രം ചീത്ത വിളിച്ച് തന്നെ പറയുന്നുണ്ട്, നിന്ദിച്ച് അവഹേളിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വ്യക്തി ജോബി ആൽവിന് അതുപോലുള്ളവരൊക്കെ എന്ത് മോശമായിട്ടാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യം എപ്പോഴും അങ്ങ് പറയണ്ടല്ലോ. അത് അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ പറയണം. കാരണം അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മനസ്സിലാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണെന്ന്. അതുകൊണ്ടാണ് അത് ഞാൻ ഇപ്പോൾ പറയുന്നത്. വഞ്ചിക്കപ്പെട്ട് നിൽക്കുന്നവർ അറിയണം സത്യമാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി എന്നുള്ളത്. അത് നമ്മൾ സുവിശേഷത്തിന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെല്ലാം ക്രിസ്തു ശിഷ്യരാണ്. വിശ്വസിച്ചവർ, ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ക്രിസ്ത്യാനികളായവർ, ആ രക്ഷ പ്രാപിച്ചവർ, ആ കൃപയിലായവർ എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. അവർക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവരുടെ ഉദ്ദേശം, അവരെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് തന്നെ ഇതിനാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തണം, എല്ലാവരെയും പഠിപ്പിക്കണം, പ്രഘോഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്നവരോടൊക്കെ നമ്മൾ പറയണം, അവരെ ബോധിപ്പിക്കണം സത്യം. അതായത് ദൈവം ഉണ്ട്, യേശു ദൈവമാണ്, യേശു രക്ഷകനാണ്, അല്ലാതെ വേറൊരു നാമമില്ല, വേറെ ആരുമില്ല എന്നവരെ പഠിപ്പിക്കണം, സുവിശേഷം പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. നമുക്ക് ഉള്ളവരോടെല്ലാം പറയണം. അത് നമ്മുടെ കടമയാണ്. നമ്മുടെ കടമയിൽ ഒരു അംശം നമ്മൾ നിറവേറ്റുന്നതിൽ എന്താ അത് ചെയ്യണം. അതിന് മടിച്ചിരിക്കുന്നവർ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും, ഏത് മതസ്ഥരായാലും ശരി, അവർ പഠിക്കാൻ അവസരം കൊടുക്കുക. അപ്പോൾ അവർ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മുൻവിധിയോടുകൂടി ആരും തീരുമാനിക്കേണ്ട, അവസരം കൊടുക്കുക. അത് ദൈവം ബാക്കി പരിശുദ്ധാത്മാവ് നിറവേറ്റിക്കൊണ്ട് ലൂക്കാ പറയുന്ന പോലെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, നായകത്വത്തിൽ അങ്ങ് വിടുക. നമ്മൾ അത് ചെയ്യട്ടെ. നമ്മളെ മനുഷ്യ ബുദ്ധി ഇതിലുള്ളതെന്നല്ല. ഞാൻ ഇതിൽ ഒരു കാര്യത്തിൽ ഞാൻ പലപ്പോഴും മറ്റേ ഈ പെന്തിക്കോസുകാരെന്ന് പറയപ്പെടുന്ന കൂട്ടർ ഞാൻ പറയുന്നുണ്ട്. കാരണം എന്ത് ക്ലേശങ്ങൾ സഹിച്ചാണ് അവർ ഓരോ മനുഷ്യരുടെയും വീടുകളിൽ കയറി ഇറങ്ങി അവർ ട്രാക്സും ഒക്കെ കൊടുത്ത് അവർ സുവിശേഷം പറയുന്നുണ്ടല്ലോ, ദൈവത്തെ അറിയിക്കുന്നുണ്ടല്ലോ. അതിനവരെ അഭിനന്ദിക്കണം. തെരുവുകളിലും മൂലകളിലും മുക്കുകളിലും കവലകളിലും എല്ലാം നിന്ന്, മാർക്കറ്റുകളിലും ഒക്കെ നിന്ന് അവർ ചെയ്യുന്നത്
ഒക്കെ അതിനൊക്കെ ദൈവം പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. കാരണം അത് ഈ പാവപ്പെട്ടവരാണ്, മറ്റവരല്ല ചെയ്യുന്നത്. ഈ ഉയർന്ന് പറയുന്ന ഇങ്ങനെ അവഹേളിച്ചും നിന്ദിച്ചും അവമാനിച്ചും ഇങ്ങനെ വെള്ളയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നവരല്ല. അവരിതൊന്നും മെനക്കെടത്തില്ല. ഈ പാവങ്ങൾ അവർക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം കൊടുക്കുന്ന സത്യം തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ അതിന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അവസരം അവർക്ക് ദൈവം കൊടുക്കും. നമ്മളെ പ്രാർത്ഥന കേൾക്കും, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 39 മുതലുള്ള വാക്യങ്ങൾ, ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ചു എലിസബത്തിനെ അഭിവാദനം ചെയ്തു. നമ്മളൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അഭിവാദനം ചെയ്യാതെ യഹൂദരുടെയൊക്കെ ഒരു പാരമ്പര്യമാണ്. ഇന്ന് നമ്മളും എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെ അഭിവാദ്യം ചെയ്യുക, വരുന്നവരും അത് സ്വീകരിക്കുക എന്നുള്ളതാണ്, ആ വീട്ടിലുള്ളവരും. അപ്പോൾ അങ്ങനെ മലമ്പ്രദേശത്തുള്ള യൂദയായിലെ മലമ്പ്രദേശം, ഇവിടെ ഗലീലെ നസറത്തിൽ നിന്നാണ് പോകുന്നത്. ഗലീലയിലെ നസറത്തിൽ നിന്നാണ് പോകുന്നത്. ഏതാണ്ട് കുറച്ച് ദൂരമുണ്ട്, അവിടെ 100 കിലോമീറ്റർ കൂടുതലുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഇത്രയും കഠിനമായ യാത്രയാണ്. മലമ്പ്രദേശങ്ങളിൽ നല്ല വഴികളെല്ലാം തിടുക്കത്തിൽ പോകുന്നതാണ് പറയുന്നത്. പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രപ്പെട്ടു. അപ്പോൾ ആരാണ് കൊണ്ടുപോയിരിക്കുന്നത്, എങ്ങനെയാണ്? ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ വിവാഹം നിശ്ചയം ആയിരിക്കുന്നവളാണ്. അപ്പം അതങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ വെളിയിൽ അവൾക്ക് ഇതുപോലുള്ള ദൂരപ്രദേശങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല. അപ്പോൾ ഇതെല്ലാം തിടുക്കത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്നവർക്ക്, എപ്പോഴും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, ക്രിസ്തുവിനെ കൊടുക്കണം. പരിശുദ്ധാത്മാവാണ് മറിയത്തിൻ്റെ മേൽ ആവസിച്ച് ശിശുവായത്. ആ ഭ്രൂണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ്, ആവാസം മൂലമാണ്. അല്ലാതെ വ്യക്തികളുടെ ഇതല്ല, മാംസരക്തങ്ങൾ മൂലമല്ല. അപ്പോൾ മുതൽ തന്നെ യേശു അവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, അവർ ചെയ്യണം എന്നുള്ളതാണ്. ആർക്ക്? അത് പരിശുദ്ധാത്മാവിൻ്റെ ആ ചൂടും വേവും അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അനുഭവിക്കണം, നമ്മളെല്ലാം അനുഭവിച്ചവരാണ്, അനുഭവിക്കുന്നവരാണ്. അനുഭവിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അത് വലിയ തെറ്റാണ്. അത് നമ്മൾ അനുഭവിക്കണം. അതിനിച്ചിരി തീവ്രത ദൈവകാര്യങ്ങളിൽ വേണം ഗ്രഹിക്കാനും അറിയാനും ഒക്കെ ഉള്ള ത്വര നമ്മൾക്കുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് മറിയം അങ്ങനെ തിടുക്കത്തിൽ പോയി. അത് ലൂക്കായുടെ എല്ലാ 2 രചനകളിലും പരിശുദ്ധാത്മാവിൻ്റെ നായകത്വമാണ്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. നായകനെപ്പോഴും പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ് നയിക്കുന്നത്. അപ്പോൾ മറിയത്തെയും കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ആയിരിക്കണം. അല്ലാതെ യൗസേപ്പ് ആയിരിക്കാൻ സാധ്യതയില്ല, എനിക്കറിഞ്ഞുകൂടാ. ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം വിവാഹ നിശ്ചയം ചെയ്തൊരു കുട്ടി ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങ് എടുത്തോട്ട് അങ്ങനെ അങ്ങ് പോകത്തില്ല. ആൾക്ക് അങ്ങനെ പോവുകയില്ല. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അങ്ങനെയാണ്. അധികം ദൂരത്ത് അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയില്ല. ഇപ്പം മറിയം ഇവിടെ ഒറ്റയ്ക്ക് പോയപ്പം ഉണ്ടെങ്കിൽ അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ. പക്ഷേ ഒന്നിച്ച് വസിക്കുന്നില്ല, എന്നില്ല. പക്ഷേ അവരുടെ യാത്ര അങ്ങനെ ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ലൂക്കായുടെ ബന്ധം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധമാണ് സർവ്വ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ ആയിരിക്കണം നയിച്ച് കൊണ്ടുപോവുകയാണ്. ഈ തിടുക്കത്തിൽ പോയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തിടുക്കമാണ്, അത് നമ്മളായാലും. അപ്പോൾ അതിന് അവിടെ ഒരു മന്ദഗതിയൊന്നുമില്ല. പിന്നെ അത് ശങ്കിച്ച് നിൽക്കൊന്നുമില്ല. അങ്ങ് പോവുക, അങ്ങ് ചെയ്യുക, പറയുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വസിക്കുമ്പോൾ ഉള്ള ഒരു പ്രതയാണ്. അപ്പോൾ അവരെ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ ആരൊക്കെയാ? അമ്മയും കുഞ്ഞും, ഉദരത്തിലുള്ള കുഞ്ഞും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, 2 പേരും. അതായത് എന്തിനാപ്പോഴും പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, പണ്ഡിതർ ഭൂരിപക്ഷവും പറയുന്നത് അവിടെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് മറിയത്തെ കൊണ്ടുപോയത്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ആയിരിക്കണം മറിയത്തെ കൊണ്ടുപോയത്, അല്ലാതെ അറിയാമല്ലോ. കാരണം ഇവിടെ എന്തായിരുന്നു അതിൻ്റെ മിഷൻ, ഉദ്ദേശം? അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട്
നിറയണം. ആരൊക്കെയാ? സ്നാപകൻ ജനിക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പാപമില്ലാത്തവനായി വരണം, ജന്മപാപമില്ലാത്തവനായിട്ട്. പിന്നെ എലിസബത്തും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, അമ്മയും. കാരണം അങ്ങനെ ജന്മ പാപം ഇല്ലാത്ത ഒരു കുഞ്ഞിനെ വഹിക്കാനും അതിനെ പ്രസവിക്കാനും ഒരു പാപമില്ലാത്ത പരിശുദ്ധിയായവൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണ്, അവരെ വിശുദ്ധീകരിക്കാനാണ് മറിയത്തെ അവിടെ കൊണ്ടുപോയത്. ഇനി 6 മാസം അവിടെ 3 മാസം താമസിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അതിനുവേണ്ടിയാണ് പോയത്. നമുക്ക് മാനുഷികമായ രീതിയിൽ നമ്മൾക്ക് ചിന്തിക്കാം, പറയാം എന്നേ ഉള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട ആ മിഷൻ, ഉദ്ദേശം, ഇത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ലൂക്ക അതായിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്കും അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കൊണ്ടുപോയി അവരെ ശുശ്രൂഷിക്കാൻ വയസ്സായതുകൊണ്ട് അങ്ങനെയെന്നുള്ളതൊന്നുമല്ല. അത് കൂട്ടത്തിൽ അവിടെ താമസിച്ച് 3 മാസം താമസിച്ചപ്പോൾ വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇല്ല. അപ്പോൾ അവൾ ഉദരത്തിൽ കുതിച്ച് ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. ഇതിനുവേണ്ടി ഒരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ചെയ്തു ഈ ഭാഗത്തിന് വേണ്ടി. അപ്പം ഈ പ്രാർത്ഥന, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള ആ പ്രാർത്ഥന, അതിൽ ഇവിടെ പറയുന്ന ഈ ബൈബിളിലെ ഈ വാക്യങ്ങൾ ഇത് വെച്ചും കൊണ്ട് ഇത് കയ്യിൽ വെച്ചും കൊണ്ട് ഇതൊന്നും വായിക്കാതെ ഗ്രഹിക്കാത്തവർ, ആ ഫരിസേയരുടെ അതേ കാപട്യം, ഫരിസേയരുടെ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിവില്ലാതെ പോയ സദുക്കായർ, കർത്താവിനോട് ചോദ്യം ചോദിച്ച് സദുക്കായരുടെ ആ മനസ്സ്, കട്ടിയായ മനസ്സ്, പിന്നെ നീപഞ്ചരക്ക് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ കഴിയില്ല, തെറ്റായിട്ട് വളച്ച് കെട്ടിയാക്കി വ്യാഖ്യാനിച്ച് അവരവരുടെ പക്ഷം പിടിച്ച് വ്യാഖ്യാനിക്കുന്നവർ. ഇവർക്കൊന്നും ഇത് സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുപോലാണ് ഇവർക്കും. ഇതൊക്കെ കയ്യിലിരിക്കുന്നു, പക്ഷെ വായിക്കുന്നു, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇത് നമുക്ക് ഒരു നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളൊക്കെ വെള്ളം കോരുന്ന കപ്പി, കിണറ്റിലിട്ടിരിക്കുന്ന കിണറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കോരാൻ ഇട്ടിരിക്കുന്ന വലിക്കാൻ വേണ്ടി കപ്പി ഇടുന്ന ചരട് ഇടുന്ന കയറിടുന്ന ആ കപ്പി, പുള്ളി ഇംഗ്ലീഷിൽ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ കാണുമായിരിക്കും, കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുമായിരിക്കും, പെട്ടെന്ന് കോരാൻ വേണ്ടി കിണറുള്ളവർക്ക് അറിയാം. ആ കപ്പിയുടെ നിറം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അത് മിനുസപ്പെട്ട് നല്ല നിറം വരത്തില്ല, എപ്പോഴും തുരുമ്പിച്ചതുപോലെയാണ്. എത്ര കാലമായാലും അങ്ങനെയാണ്. കയറൊക്കെ എത്ര ഇട്ട് വലിക്കുന്നു എന്നൊക്കെ ചെയ്യുന്നു, അതിൻ്റെ കാര്യം അത് തന്നെയാണ്. അത് പ്രകാശിക്കുന്നില്ല, മിനുങ്ങുന്നില്ല. അതുപോലെയാണ് ഇവരുടെ ഹൃദയം കഠിനമായിപ്പോയി, വ്യാജം പറഞ്ഞും പ്രവർത്തിച്ചും. കാരണം ആരാ? വ്യാജൻ്റെ പിതാവ് ആണ് പിശാച്, സാത്താനാണ്. അവനാണ് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും മനസ്സിലോട്ട് കയറാൻ പാടില്ലാത്ത വിധത്തിൽ, മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ് അവൻ. അപ്പോൾ അത് പറ്റത്തില്ല, ഇവർ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയപ്പോഴും അവരെ ഒട്ടി നിൽക്കുന്നവർ, വിശ്വസിച്ച് നിൽക്കുന്നവർ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചല്ല അവരെ വിശ്വസിച്ചല്ലേ പോയിരിക്കുന്നത്. തെറ്റാണ്. ഇതൊക്കെ വായിച്ച് ഗ്രഹിക്കാനായിട്ട് സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയാൻ, എനിക്ക് ഗ്രഹിച്ച് തരണം, ഇത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാനുള്ള കൃപ അനുഗ്രഹിക്കണം. നമുക്ക് തെറ്റ് ഉള്ളവരെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ദൈവപക്ഷത്തിലേക്ക്, ശരിയായിട്ടുള്ള പാതയിലേക്ക് നയിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അപ്പം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണ്. നമ്മളെല്ലാം ഭാഗ്യവരുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഇവിടെ മറിയം മാത്രമല്ല, മറിയം അത് വിശ്വസിച്ചു. ഇവിടെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ, വാച്യാർത്ഥത്തിൽ അവിടെ മറിയം വിശ്വസിച്ചു. അവിടെ ആരാ? സഖറിയ വിശ്വസിച്ചില്ല. എലിസബത്തിനും ആദ്യം വിശ്വാസം തോന്നിയില്ലായിരിക്കണം. കാരണം ഇത്രയെല്ലാം ആയില്ലേ, പ്രായങ്ങളും ഒക്കെ എല്ലാം കഴിഞ്ഞു. ഇനി ഒരിക്കലും പറ്റാത്ത വിധത്തിൽ ഒരു കുഞ്ഞിനെ ഒരു ജന്മം കൊടുക്കുക എന്നുള്ള പറ്റാത്ത വിധത്തിൽ അവർ പ്രായം ആധിക്യമുള്ളവരായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത്രയെല്ലാം ചരിത്രങ്ങളൊക്കെ അറിയാം,
പുസ്തകങ്ങളെല്ലാം അറിയാം, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. പക്ഷേ മറിയം നിഷ്കളങ്കയായതുകൊണ്ട്, കൊച്ചുകുട്ടിയായതുകൊണ്ട് അവൾ ഉടനെ അതിനുള്ള തെളിവും കർത്താവ് ഒരു സംശയം ചോദിച്ചപ്പോൾ ആ ദൂതൻ കൊടുത്തു. അവൾ മുഴുവനായിട്ട് വിശ്വസിച്ച് ഞാൻ കർത്താവിൻ്റെ ദാസിയായിട്ട് മാറി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. കാരണം കർത്താവിൻ്റെ ദാസിയായി, മറ്റുള്ളവരുടെ ദാസിയോ ദാസനോ ഒന്നും അല്ല. നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാസനന്മാരായിട്ട്, ദാസികളായിട്ട് നമ്മൾ മാറണം. അപ്പോൾ നമുക്കിതെല്ലാം ഗ്രഹിക്കാൻ പറ്റും, മറ്റവർക്കത് സാധിക്കുകയില്ല. അത് പറയുന്നതുകൊണ്ട് സാധാരണക്കാരൊന്നും വിരോധിച്ചിട്ട് കാര്യമില്ല, വിഷമം തോന്നരുത്. എനിക്കും വിഷമമുണ്ട്, പറയേണ്ടി വന്നില്ല. പക്ഷേ ഇത് പറയാതിരുന്നാൽ നിങ്ങൾ ഗ്രഹിക്കുകയില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ല ഒരാളെ അവഹേളിക്കുന്നതും നീക്കുന്നതൊക്കെ തെറ്റാണ്. 8-ാം പ്രമാണത്തിൻ്റെ 10 കൽപ്പനകൾ 8-ാം പ്രമാണത്തിൻ്റെ 8-ാം കൽപ്പനയുടെ ലംഘനമാണെന്നൊക്കെ എനിക്കറിയാം. ആരെയും അവഹേളിക്കാൻ നിന്ദിക്കാനും പാടില്ല. അവർ പക്ഷേ ചെയ്യുന്നത് മുഴുവൻ ഇത് തന്നെയാണ്. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, അത് വിശദമാക്കാൻ വേണ്ടി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഈ 39 മുതൽ 40 മുതൽ 45 വരെയുള്ള 41 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ എലിസബത്ത് പറയുന്നതാണ്. പക്ഷേ ചില പൗരാണിക ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ, പുസ്തകമല്ല, പുസ്തകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ലൂക്കായുടെ കയ്യെഴുത്ത് പ്രതികളിൽ ഇത് രണ്ടും മറിയം അതിൻ്റെ ഇതെല്ലാം എലിസബത്ത് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിൾ ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതെന്തോ ആയാലും പുസ്തകത്തിൽ പക്ഷേ ടെക്സ്റ്റ് ഇങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ലത്തീനിലെല്ലാം ഇതെല്ലാം എലിസബത്തിൻ്റെയാണെന്ന്. എലിസബത്താണ് പറയുന്നത്. ഇപ്പം മറിയം ഇവിടെ ഒരു സ്തോത്രഗീതം 46 മുതൽ 56 വരെ 55 വരെ പറയുന്നുണ്ട്. ഈ സ്തോത്രഗീതം ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 1 ശമൂവേൽ 1-ാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. എൽക്കാനയുടെ ഭാര്യ അന്ന പാടുന്ന ആ സ്തുതിഗീതമുണ്ട്. അവിടെ ശമൂവേലിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ കാഴ്ചവെച്ചിട്ട് പാടുന്ന ആ സ്തോത്രഗീതം, അതിലെ ഒരു വാക്യമൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അതിലുള്ളതാണ്. ഈ പറയുന്നതിൽ ഏതാണ് 48 ഈ 48-ാം വാക്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അതിലും ചില സങ്കീർത്തനങ്ങളിലും ഒക്കെ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് ലൂക്ക ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ ലൂക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല ഇത്. അന്ന് ചരിത്രകാരന്മാർ പറയുന്നത്, ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നത്, ആദിമകാലത്ത് യഹൂദ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്തോത്രഗീതം, സ്തുതിപ്പായിരുന്നു ഇത്. പരക്കെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നു അന്ന് ആദ്യം നൂറ്റാണ്ടിൽ അത് ഉപയോഗിച്ചിരുന്നതാണ്. അത് ഇവിടെ അപ്രോപ്രിയേറ്റ് ആണെന്ന്, അതായത് ആണെന്ന് കണ്ടു സമയത്തിന്. കാരണം ഇവിടെ മറിയത്തിന് ഈ ലൂക്ക വളരെ വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത്. ലൂക്കായ്ക്കൊക്കെ പറ്റും അതൊക്കെ കൊടുക്കാൻ, മറ്റവർക്ക് പറ്റത്തില്ല. മറിയത്തിന് വലിയ സ്ഥാനം. ഞാൻ നേരത്തെ പറയല്ലോ, സ്വസ്തി പറഞ്ഞതിലും അത് നമ്മുടെ ആൾക്ക് കത്തോലിക്കർക്കും ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് കുറേ 10-20 വർഷം കൊണ്ട് അവർക്കും പറ്റുന്നില്ല. നമ്മുടെ അഭ്യുദയ പിതാക്കന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ പോലും പറ്റുന്നില്ല, ചിന്തിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ടൊന്നുമല്ല. വലിയ ഡോക്ടറേറ്റുകൾ വലിയ ആളുകളെ അവർക്ക് വയ്യാത്തതുകൊണ്ടല്ല, അല്പം ചിന്തിക്കാണ്, മെനക്കെടുന്നില്ല ചിന്തിക്കാൻ, അതുകൊണ്ടാണ്. അപ്പം ലൂക്ക അവർക്ക് ഇവിടെ പ്രത്യേകമായിട്ട് മാതാവിനൊരു പരിഗണന കൊടുത്ത് പ്രത്യേകമായിട്ടാണ് ഈ കന്യാമറിയത്തിൻ്റെ പടം ആദ്യം ഒരു പടം വരച്ചത്, ചിത്രം വരച്ചത് ലൂക്ക സുവിശേഷകനാണെന്നാണ് പറയുന്നത് പാരമ്പര്യത്തിൽ. നല്ല ഒരു പടം വരച്ചിരുന്നു. അപ്പം ലൂക്കായ്ക്ക് കന്യാമറിയത്തോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു, കന്യാമറിയത്തിന് അതുപോലെ ആയിരുന്നു, അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കന്യാമറിയത്തിൻ്റെ ഈ ഭാഗം ചേർത്ത് അത് ഒന്നുകൂടെ കൊഴുപ്പിക്കുക എന്നുള്ള കാരണം നല്ലൊരു രചയിതാവും പണ്ഡിതനും കൂടാണ് ലൂക്ക, ചിത്രകാരനും കൂടെ. അപ്പം ചേരുമ്പടി എന്തെല്ലാം ഇവിടെ ചേർക്കണമെന്നുള്ളതറിയാം. ആ സ്തുതിഗീതം ഇവിടെ മറിയം പാടിയതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറിയം ഉടനെ ഇങ്ങനെ പാടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം പുസ്തകത്തിലുള്ള
ഉള്ളത്, ബൈബിൾ പുസ്തകത്തിലുള്ളതുണ്ട്, അത് ആയിരിക്കണം. പക്ഷേ എന്നാൽ അവിടെ ഈ സ്തുതിഗീതം ഇങ്ങനെയുള്ളതാണ്, അതിനൊരു ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മറിയത്തിൻ്റെ ചിത്രം ലൂക്ക വരച്ചു, അത് വിഗ്രഹമല്ല, ഇതിൽ പ്രതിമ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് മറിയത്തിൻ്റെ ഒരു രൂപം, പ്രതിമ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിഗ്രഹമാണ്. അവർക്ക് വിഗ്രഹം ഉണ്ടാക്കി. ഇത് കണ്ടതുകൊണ്ടാണ് അവിടെ നിയമാവർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല, യഹോവയെ. അതുകൊണ്ട് നിങ്ങൾ വിഗ്രഹം, എന്തെന്നാൽ നിങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹങ്ങളോ രൂപങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്, ഛായാചിത്രങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാരണം എന്താ? നിങ്ങൾ കണ്ടിട്ടില്ല. ദൈവം എങ്ങനെയാണെന്ന് അറിയാതെ, കണ്ടിട്ടില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? യേശുവിനെ ഇവിടെ വന്നു കണ്ടു, യേശു വന്നു ദൈവമാണ്. യേശുവിനെ എല്ലാവരും കണ്ടു. അതാണ് 1 യോഹന്നാൻ 1-2 വാക്യങ്ങൾ പറയുന്നത്. അതൊക്കെ വായിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. നിങ്ങൾ വിഗ്രഹങ്ങളുണ്ടാക്കുന്നത്. ഞങ്ങൾ കണ്ടു, കേട്ടു, അറിഞ്ഞു. അപ്പോൾ കാണാത്തതിനെ ഉണ്ടാക്കരുത്, കണ്ടതിനെ നമുക്കുണ്ടാക്കാം. കാരണം മറ്റുള്ളവർക്ക് അറിയണം, മറ്റുള്ളവർ കാണണം, ആ ഓർമ്മ നിലനിൽക്കണം. ഞാനെപ്പോഴും പറയുന്നതാണ്, ഇവരുടെയൊക്കെ വീടുകളിൽ ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഉള്ളപ്പോൾ പിന്നെ അത് കണ്ടുകൊണ്ട് ആരാധിക്കാനാണോ വെച്ചിരിക്കുന്നത്? കണ്ട് ഓർമ്മിക്കാനല്ലേ? ആദരവാണ്. അപ്പം ഞാനിവിടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കത്തോലിക്കരോടും. കത്തോലിക്കൽ വഴിവിട്ട ചില രീതികളായി പോകുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇത് വിഗ്രഹ ആരാധന എന്ന് അവരെ തോന്നിപ്പിക്കുമാറ്, അല്ലെങ്കിൽ അവർക്ക് ഉതപ്പ് കൊടുക്കുന്ന വിധത്തിൽ, ദുഷ്പ്രേരണ കൊടുക്കുന്ന വിധത്തിൽ, അവർക്ക് നിന്ദിക്കാനും അവഹേളിക്കാനും പറ്റുന്ന പ്രേരണ കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ പെരുമാറരുത് കത്തോലിക്കർ. മാതാവിന് കൊടുക്കേണ്ടുന്നത് വണക്കം, ആദരവ്, ബഹുമാനം, സ്നേഹം. അത് ആരാധന പോലെ കാണിക്കരുത്. വലിയ തെറ്റാണ്. നമ്മുടെ പള്ളികളിലായാലും വെളിയിലായാലും ഭവനത്തിലായാലും മാതാവിനെ, നമ്മൾ വിശുദ്ധരെ, നമ്മൾ അവരുടെ ഇത് രൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പടങ്ങൾ കാണും, ഇതെല്ലാം കാണും. അതിനെ നമ്മൾ വണങ്ങുന്നു, അല്ല, ആദരിക്കുകയാണ്. ആരാധന ദൈവത്തിന് മാത്രമാണ്. അതുപോലെ ഭക്തി, അത് വലിയ തെറ്റാണത്. ഭാഷയുടെ ഓരോ വാക്കിൻ്റെയും അർത്ഥം വിവേചിച്ചറിയാതെ പറയാണ് മാതൃഭക്തി. അത് എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഭക്തി ദൈവത്തോട് മാത്രമാണുള്ളത്. അത് ദൈവത്തിനോട് മാത്രമാണ് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വികാരമാണ്. മാതൃഭക്തി എന്നൊന്നും പറയരുത്, തെറ്റാകും. ഒരുപാട് പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ അടിച്ചു വരുന്നു, ഇവിടെ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്, ഇങ്ങനെ വരുന്നു. ഒക്കെ തെറ്റ്. വാക്കുകളുടെ അർത്ഥം വ്യാപകമായിട്ടുള്ള ചില വാക്കുകൾക്ക് വളരെ വ്യാപകമായിട്ടുള്ള അർത്ഥവ്യാപ്തിയുണ്ട്, അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാതെ ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്നവർ അത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാടുണ്ട്. നമ്മുടെ ഇപ്പം മലങ്കരയുടെ, ഞാൻ മലങ്കരയുടെ പ്രാർത്ഥന പുസ്തകം പരിഷ്കരിച്ചിരിക്കുന്ന അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളൊക്കെ മാറ്റിയിട്ട് ശുഷ്കമായ ഇത് കേവലം ചില അർത്ഥം മാത്രമുള്ള ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് പരിഷ്കരിച്ചെടുത്ത് നാശമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാതിരിക്കാൻ അങ്ങ് പറഞ്ഞു പോകുന്നു, ക്ഷമിക്കണം എന്നോടത് പിതാക്കന്മാർ. അല്ലാതെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഞാനങ്ങ് പറഞ്ഞു വന്നു. അർത്ഥം, ഈ ഭാഷാ പ്രയോഗം, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി, നല്ല അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വാക്കുകളൊക്കെ മാറ്റിയിട്ട് ശുഷ്കമായ വാക്കുകൾ തിരികെ കയറ്റി അതിൻ്റെ ശോഭ കളഞ്ഞ് ഇട്ടുണ്ട്. ഒരുപാട് ഉപയോഗിക്കുന്നു നമ്മുടെ കുർബാനകളിലെ പ്രാർത്ഥനകളിലും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പോട്ടെ, ഞാനതൊക്കെ പറഞ്ഞിട്ട് സമയം കളയും. പക്ഷേ എനിക്ക് പറയാൻ വേറെ, അല്ലാതെ അയാളോട് എപ്പോഴും എങ്ങനെ പറയുന്നത്, അതിനുള്ള വേദിയില്ല. ഓടിയോടെങ്കിലും പറയാമല്ലോ, ഇതിനെ പഠിപ്പിക്കുമ്പോൾ ഇതിനോടെല്ലാം പറയാം. അപ്പോൾ നമ്മൾ കണ്ടതിനെ പറ്റി നമുക്ക് ഉണ്ടാക്കിയോ വരയ്ക്കുകയോ അതൊക്കെ ചെയ്യാം. മറ്റുള്ളവർക്ക് അറിയണം, കാരണം കണ്ടിട്ടില്ലാത്തവർക്ക് അറിയണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ ശിഷ്യന്മാർ കണ്ടു, യോഹന്നാൻ പറഞ്ഞ പോലെ കണ്ടു, കേട്ടു, അനുഭവിച്ചു, ജീവിച്ചു, സ്വായത്തമാക്കി. അതുകൊണ്ട് അവർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് വെച്ച് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി 54 തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായിട്ട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെയാണ് യേശുവിനെ ഇവിടെ കൊടുത്തത്, യേശു രക്ഷകൻ വരുന്നത്. ഈ രക്ഷകൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, രക്ഷകൻ യേശു അല്ലാതെ മറ്റൊരാളും ഇല്ല രക്ഷയിൽ. അതിന് വിശുദ്ധരെയും മറിയത്തെയൊന്നും അതിന് രക്ഷയുടെ സ്ഥാനത്ത് വയ്ക്കുകയല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നേ പറയുന്നുള്ളൂ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ.
കർത്താവിനെ വിളിക്കുന്നത്, മാതാവിനെ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്, അമ്മയെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നത് ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ തന്നെയാണ്. സുവിശേഷ എഴുതിയ ലൂക്ക തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ കത്തോലിക്ക സഭയല്ല ആദ്യം വിളിക്കുക. അതൊക്കെ കത്തോലിക്ക സഭ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇതൊക്കെ ഈ പുസ്തകം എഴുതി ലൂക്ക എഴുതിയിട്ട് 1800 വർഷങ്ങളൊക്കെ ആയപ്പോഴാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. അതുവരെ അന്ന് മുതൽ ലൂക്കായുടെ കാലം മുതൽ ഇങ്ങോട്ട് മുഴുവനും തന്നെ പാരമ്പര്യമായിട്ട് യേശുവിൻ്റെ അമ്മയെ അങ്ങനെയാണ് കണ്ടിരുന്നത് എല്ലാവരും. അത് ദൈവത്തിൻ്റെ അമ്മ. കാരണം യേശു ദൈവമല്ലേ. അപ്പോൾ യേശു ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മയെന്ന് പറയാൻ പാടില്ല. ചിലർ പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മ ദൈവമാതാവാണ്. അപ്പോൾ അപ്പോൾ ദൈവം വിവാഹം കഴിച്ചു. അങ്ങനെ അപ്പോൾ യേശുവിൻ്റെ അല്ല ദൈവത്തിൻ്റെ അമ്മയാകുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ പുത്രി എന്ന് പറയുന്നു, എന്തൊക്കെ പറയുന്നു, അതൊക്കെ എല്ലാം വികടമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരൊക്കെ തട്ടിവിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബുകളിലും മാധ്യമങ്ങളിലുമൊക്കെ, അവരുടെ സംഭാഷണത്തിലുമൊക്കെ. അതൊക്കെ എന്ത് ചെയ്യാനായത് അധികം പറയണ്ട. അവർക്ക് ഞാൻ നേരത്തെ പറയാം ഇല്ല, വെള്ളം കോരുന്ന കപ്പി വെയിലത്തും ആ മനസ്ഥിതിയുള്ളവർ. പിന്നെ നമ്മൾ ആചരിക്കുന്ന നമ്മുടെ രീതി കൈവിട്ട് പോരും. അത് തെറ്റായിട്ടാണ്. മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിൽ അത് നമ്മളൊരു പാപം ചെയ്യുകയാണെന്ന് വേണം. തിന്മയാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം, പറയണം. നമ്മൾ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന വിധത്തിൽ പാപം ചെയ്യരുത്. ഭക്തിയല്ല, ആദരവാണ്, വണക്കമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. ദൈവത്തോടു കൂടിയാണ് ഈ സ്നേഹവും. ദൈവത്തിന് മാത്രമാണ് സ്നേഹ, ബഹുമാന, ആദരവ് എല്ലാം കൂടിയുള്ള ഭക്തിയുള്ളത്, എല്ലാവരും കൂടെ ചേർന്നുള്ളത്. മാതാവിനോടെ ആ ഭക്തിയല്ല, അത് വിശുദ്ധരോടും അതല്ല, മനസ്സിലാക്കണം. ഇപ്പോൾ എലിസബത്തിന് പ്രസവ സമയമായി, പുത്രനെ പ്രസവിച്ചു. കർത്താവുള്ള വലിയ കാര്യം കാണിച്ചിരിക്കുന്ന എല്ലാവരും കേട്ടു. എല്ലാവരും അവളോട് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്നവന് പേര് നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ അത് മനസ്സിലാക്കണം. ഇത് നിൻ്റെ ബന്ധുക്കളിൽ ആർക്ക് പേരില്ലെന്ന് ആരോടെ ചോദിക്കുന്നത്? പേരില്ലല്ലോ എന്ന് എലിസബത്തിനോട്. അന്നത്തെ കാലത്തൊരു പാരമ്പര്യമുണ്ട്. ആദ്യത്തെ പുത്രനെ അപ്പൻ്റെ പേരിടാൻ അപ്പോൾ അപ്പൻ്റെ പേര് അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പേരിടാം. അല്ലെങ്കിൽ അമ്മയുടെ അപ്പൻ്റെ പേരിടാം. അങ്ങനെയുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും അങ്ങനെയില്ല, പേരില്ല. സഖറിയയുടെ ബന്ധുക്കൾ ആർക്കും ഇല്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇവിടെ കർത്താവ് കൽപ്പിച്ചു കൊടുത്ത പേരാണിത്. യാഹ്വേ ഹനാൻ എന്ന് പറഞ്ഞാൽ ദൈവം യഹോവ കരുണ കാണിച്ചു, കൃപ ചെയ്തു. കർത്താവിൻ്റെ കൃപയുള്ളവൻ, കൃപ വഹിക്കുന്നവൻ എന്നുള്ള പേരിൽ യാഹ്വേ ഹനാൻ, യോഹന്നാൻ എന്ന് ആയത് ആ പേരാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് ഏത് സ്ഥലമാണെന്ന് ഗലീലിൽ നിന്നും നസ്രത്തിൽ നിന്നും ആ മലപ്രദേശത്തുള്ള ഒരു പട്ടണമെന്നേ പറയുന്നുള്ളൂ. അത് ചരിത്രത്തിൽ പണ്ഡിതർ പറയുന്നത് ഐൻ കരീം എന്നുള്ള ഒരു പഴയ പട്ടണം, ഒരു ചെറിയ ഗ്രാമപട്ടണം ഉണ്ടായിരുന്നു. ഗ്രാമവും പട്ടണവും അല്ലാതെ ഒരു ഇതുണ്ടായിരുന്നു യഹൂദയുടെ മലപ്രദേശത്ത്, ഐൻ കരീം. അവിടെയാണ് സഖറിയ പാർക്കുന്നത്. അവിടെയാണ് മാതാവ് പോയത്. അതായത് വിശുദ്ധ കന്യാമറിയം അവിടെയാണ് പോയത്. അപ്പം സഖറിയ എന്ന് പറയുമ്പോൾ ദൈവം അനുസ്മരിച്ചു, അല്ലെ കരുണ ചെയ്തു, കരുണ കാണിച്ചു, പിന്നെ എന്നുള്ള പേരാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ഇപ്പം ശിശുവിന് അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലാക്കണം. അമ്മയുടെ അപ്പൻ്റെ പേരാണ്
കൊടുക്കേണ്ടുന്നത്, അല്ലെങ്കിൽ അപ്പൻ്റെ ബന്ധുക്കൾ മരിച്ചുപോയവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെയല്ല യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളുടെ ആർക്കും ഈ പേരില്ലല്ലോ, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അതോടെ ഇത് തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു. ഇവിടെ ലൂക്കാ അത് കാണിക്കുന്നത് അവന് വായി ആ ശിക്ഷ മാറി. അവരടയാളം ആണല്ലോ കൊടുത്തിരുന്ന ദൂതൻ. ഈ പേരിട്ട് വിളിക്കുമ്പോൾ അപ്പോൾ നീ ഇത് നിവൃത്തിയാകുമ്പോൾ, ഈ പേരിട്ടപ്പോൾ നിവൃത്തിയായി, അപ്പോൾ നിൻ്റെ വായി തുറക്കപ്പെടും, നീ സംസാരിക്കും എന്നുള്ളതാണ്. അവിടെ ഇത് കാണിക്കുകയാണ്. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാവർക്കും ഭയമുണ്ടായി. യൂദയായിലെങ്ങും മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. എന്താണ് കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ കരം അവിടെ നമ്മൾ പലരോടും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ദൈവം ആദ്യം മുതൽ അവസാനം വരേക്കും വേണ്ടി ആയിരിക്കാൻ, ഈ കൃപയിലായിരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു പ്രധാന ഉദ്ദേശത്തോടുകൂടി തിരഞ്ഞെടുത്തവരിൽ എടുത്ത കാര്യത്തിലെല്ലാം ഇവിടെ കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്നു 66 പറയുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഇതുപോലെ ഉണ്ട്. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയിൽ 39-ാം അധ്യായത്തിൽ 2-ാം വാക്യം, ഈ ജോസഫിനെ അവർ സഹോദരങ്ങളെല്ലാം കൂടെ മിസ്രൈമിലെ അടിമ കച്ചവടക്കാർക്ക് വിറ്റ് അവിടെ കൊണ്ടുപോയി പത്തിഫറിൻ്റെ അവിടം വരെ എത്തിയപ്പോൾ ജോസഫിനെ കർത്താവ് നയിച്ചിരുന്നു. അതപ്പോൾ കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന്. കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് അവസാനം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കർത്താവ് ഓരോ മിഷൻ കൊടുത്ത് ഓരോരുത്തരെ നിയമിക്കും. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നതല്ല, തൽക്കാലത്തേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവും ശക്തിയും ഉണ്ടായിരുന്നത്. ഇപ്പം ന്യായാധിപന്മാരുടെ കാലത്തെല്ലാം കാണുന്നുണ്ട് അതിലൊക്കെ. അവരെയൊക്കെ കുറച്ച് സമയത്തേക്ക് ആ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ തെറ്റിപ്പോയി. അങ്ങനെയുള്ളവരെല്ലാവരും കർത്താവിൻ്റെ കരം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലൂക്കായുടെ രചനകളിലെല്ലാം കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതെല്ലാം പ്രത്യേകമായിട്ട് അദ്ദേഹം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ആക്ട് 11 അപ്പസ്തല പ്രവർത്തനങ്ങൾ 11-ൽ 21-ലും ഉണ്ട്. ഇങ്ങനെ ചിതറിപ്പോയവരെല്ലാവരും കേസറിയ പലയിടത്തും പ്രസംഗിച്ചു. സൈപ്രസിലും ക്രേനിയയിലെല്ലാം പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, ധാരാളം പേരെ ശിക്ഷപ്പെടുത്തി. അപ്പോൾ അവരിലെല്ലാം കർത്താവിൻ്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് അവിടെയും കാണുന്നുണ്ട്. കാരണം കർത്താവാണ് ഈ പ്രസംഗിച്ചവരിൽ കൂടിയൊക്കെ പ്രവർത്തിച്ചത്. അവരവസാനം വരെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് നാളത്തേക്കല്ല, അവരുടെ ജീവിതാന്ത്യത്തിലും കർത്താവ് അവരുടെ കൂടെയായിരുന്നു. കർത്താവിൻ്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരിലെല്ലാം കർത്താവിൻ്റെ കരമുണ്ട്, കർത്താവ് അവരുടെ കൂടെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു ഈ അധ്യായം അങ്ങ് തീർക്കണമെന്ന് പറ്റിയില്ല. നമുക്ക് ആ സഖറിയയുടെ ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലമൊക്കെ ഒരുപാടുണ്ട്. ഈ ഞാൻ എയർടെലിൻ്റെയാണ് പണ്ട് മുതൽ ഉപയോഗിക്കുന്നത്. മറ്റേതും ഉണ്ട്, അത് വേറെ ഡിവൈസാണ് ഇതിൽ. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് നിർത്തിയേ പറ്റാതെ, സമയം കൂടുതലായ പിന്നെ ഒരുപാട് പ്രശ്നം. അപ്പോൾ 67 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് എടുക്കാം. ഇതുവരെയുള്ള കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഒരു 10-12 വാക്യത്തിലും കൂടെ പറഞ്ഞ് ഈ വാക്യം അവസാനിപ്പിച്ചിട്ട്, ഈ 1-ാം പാഠം അവസാനിപ്പിച്ചിട്ട് 2-ാം പാഠം, അതായത് 2-ാം ലേഖനം നമുക്ക് 2-ാം അധ്യായം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണേ. എന്നെയല്ല, സുവിശേഷ പ്രവർത്തനത്തെ എനിക്ക് വേണ്ടി അതുപോലെ ഒരുപാട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴെനിക്ക് അതിനുള്ള ആ ജ്ഞാനം, ഞാൻ പഠിച്ചതോ വായിച്ചതോ അറിഞ്ഞതോ ഒക്കെ എൻ്റെ മനസ്സിലിരുന്നാൽ പോരാ, എല്ലാം അപ്പോഴെപ്പോഴും വെളിയിൽ വരണം.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും കൂടെ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. കേൾക്കുന്നവരും അറിയുന്നവരുമൊക്കെ എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ, ആ ജ്ഞാനം എന്നിൽ ഉണ്ടായിരിക്കണം. എൻ്റേതായിട്ട് ഇതൊന്നും ഈ പറയുന്നതൊന്നും വരാൻ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ടേ വരാവൂ. അല്ലെങ്കിൽ ഞാനും ഗർഭിഷ്ഠനായി പോരുത്. അതുകൊണ്ട് ഞാൻ ഇതിനു മുൻപും 88 മുതൽ 95 വരെ ഞാൻ പ്രവർത്തിച്ചവനാണ്. അന്ന് ഞാൻ എൻ്റേതായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അതിൽ ഞാൻ പിന്നീട് ഒരിക്കൽ ഒരു വീഡിയോ എൻ്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാദ്യം ഒന്ന് തീർക്കട്ടെ. അപ്പോൾ അതുപോലെ എൻ്റേതായിട്ട് വരാതെ പരിശുദ്ധാത്മാവിൻ്റേതായിട്ട് വരാൻ നിങ്ങൾ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ശക്തി കിട്ടുന്നതിന് വേണ്ടി. നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തേക്ക് നന്ദിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.